ഓം ശാന്തി. 26/6/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഒരു ബാബ മാത്രമാണ് ഈ ലോകത്തിൽ നിഷ്കാമ സേവനം, അതായത് പ്രതിഫലം കൂടാതെ സേവനം ചെയ്യുന്നത്. നിങ്ങൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് സന്തോഷമുള്ള ഏത് കാര്യമാണ് ഡ്രാമ അനുസരിച്ച് 100% നിശ്ചിതമായത്? ഉത്തരം: പുതിയ രാജധാനി സ്ഥാപിതമാകണം എന്നത് ഡ്രാമ അനുസരിച്ച് നിശ്ചിതമാണ്. ശ്രീമതത്തിലൂടെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ രാജധാനി സ്ഥാപിക്കുകയാണെന്ന സന്തോഷം ഉണ്ടായിരിക്കണം. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നതിനനുസരിച്ച് ഉയർന്ന പദവിയും പ്രാപ്തമാകും. ഗീതം: അങ്ങേ നേടിയ നമ്മൾ മുഴുവൻ ലോകത്തെയും പ്രാപ്തമാക്കി. ഓം ശാന്തി. കുട്ടികൾ പറയുന്നത് തന്നെയാണ് ബാബയും പറയുന്നത്. കുട്ടികൾ പറയുന്നു, ബാബ, അങ്ങേ പ്രാപ്തമാക്കിയ ഞങ്ങൾ സ്വർഗത്തെ അധികാരികളായി മാറുന്നു. ബാബയും പറയുന്നു, കുട്ടികളെ, മന്മന ഭവ. കാര്യം ഒന്നു തന്നെയാണ്. മനുഷ്യർ ചോദിക്കുന്നു, ബ്രഹ്മകുമാർ കുമാരിമാർക്ക് ഈ സത്സംഗത്തിലേക്ക് പോയിട്ട് എന്താണ് ലഭിക്കുന്നത്? അപ്പോൾ ബ്രഹ്മകുമാർ കുമാരിമാർ പറയുന്നു, നമ്മൾ ബാബ് ദാദയിൽ നിന്നും വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നു. മറ്റാർക്കും വിശ്വത്തിന്റെ അധികാരികളായി മാറാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണന്മാരാണ് വിശ്വത്തിന്റെ അധികാരികൾ. ശിവബാബയ്ക്ക് വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളാണ് വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നത്. നിങ്ങളുടെ അച്ഛൻ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നില്ല. ഇത്രയും നിഷ്കാമ സേവനം ചെയ്യുന്ന മറ്റാരും ഉണ്ടായിരിക്കുകയില്ല. ഓരോരുത്തർക്കും അവനവന്റെ സേവനത്തിനുള്ള ഫലം തീർച്ചയായും ലഭിക്കുന്നു. ഭക്തിമാർഗത്തിലോ അതോ ആരെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള സേവനം ചെയ്യുകയാണെങ്കിൽ സാമൂഹിക സേവകർക്കും സേവനത്തിനുള്ള ഫലം തീർച്ചയായും ലഭിക്കുന്നു. ഗവൺമെന്റിൽ നിന്നും വേതനം ലഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന നിഷ്കാമ സേവനം ചെയ്യുന്നത്. ഞാൻ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നില്ല. കുട്ടികളെ സുഖികളാക്കി സുഖധാമത്തിന്റെ അധികാരികളാക്കി മാറ്റി 21 ജന്മത്തേക്കുള്ള സുഖം നൽകി ബാബ തന്റെ നിർവാണധാമത്തിൽ അഥവാ വാനപ്രസ്ഥാവസ്ഥയിൽ ഇരിക്കുന്നു. വാനപ്രസ്ഥം എന്ന് മൂലവതനത്തെയാണ് പറയുന്നത്. മനുഷ്യരാണ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. കുട്ടികൾക്ക് എല്ലാം നൽകി സത്സംഗത്തിലേക്ക് പോകുന്നു. മുക്തിയുടെ വഴി ലഭിക്കാൻ ഗുരുവിനെ സ്വീകരിക്കുന്നു. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി ഒരു മനുഷ്യർക്കും ആർക്കും ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അവർക്കാർക്കും സദ്ഗതി നൽകാനും സാധിക്കില്ല. സ്വയം തനിക്കും സദ്ഗതി ലഭിക്കില്ല. സ്വയം ലഭിച്ചു എങ്കിൽ പിന്നെ മറ്റുള്ളവർക്കും നൽകണം. ബാബ പരംധാമത്തിൽ നിന്നാണ് വരുന്നത്. ബാബ പരംധാമത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾ കുട്ടികളും പരംധാമത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഈ കർമ്മക്ഷേത്രത്തിൽ പാർട്ട് അഭിനയിക്കണം. ബാബയ്ക്കും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഒരു തവണ വരിക തന്നെ വേണം. സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നരകത്തിന്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. ശിവബാബ ബ്രഹ്മബാബയിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു എന്നിപ്പോൾ നിങ്ങൾക്കറിയാം. നമ്മൾ വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ് എന്നറിയാം.
ഓരോ 5000 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബ്രഹ്മാവിലൂടെ സമ്പത്ത് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ശിവബാബയുടെ കുട്ടികളായി മാറുന്നു. പതിത പാവനനെന്ന് ശിവബാബയെയാണ് പറയുന്നത്. നോളജ്ഫുള്ളായ ബാബ ജ്ഞാനത്തിന്റെ സാഗരനുമാണ്. യോഗം അർത്ഥം ഓർമ്മിക്കാൻ പഠിപ്പിക്കുന്നു. എന്നാൽ എങ്ങനെ നിരാകാരനായ ബാബ മനസ്സിലാക്കി തരും? അതുകൊണ്ടാണ് പറയുന്നത്, ബ്രഹ്മാവിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. അർത്ഥം ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ദേവീ ദേവതാ ധർമ്മം ഇല്ല, വീണ്ടും സ്ഥാപിക്കണം. ഇപ്പോൾ വീണ്ടും ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്ത് എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭാരതം പ്രാചീന ഖണ്ഡമായതുകൊണ്ട് ഭാരതത്തിന്റെ ജനസംഖ്യ വളരെ അധികമായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിലേക്ക് വരുന്നില്ല. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ. 5000 വർഷങ്ങളായി അവരുടെ ജനസംഖ്യ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും 2500 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഇസ്ലാമികളുടെ ജനസംഖ്യ കുറവായിരിക്കണം. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷമാണ് ബുദ്ധധർമ്മത്തിലുള്ളവർ വരുന്നത്. അപ്പോൾ അവരുടെ സംഖ്യയിൽ അല്പം വ്യത്യാസം കാണും. ഇസ്ലാമികളും ബൗദ്ധരും ആദ്യം സതോ പ്രധാനരായിരുന്നു. പിന്നീടാണ് പതുക്കെ പതുക്കെ തമോ പ്രധാനമായി മാറുന്നത്. ഇതിനും കണക്കുണ്ട്. വിശിഷ്ടവും വിവേകശാലികളുമായ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചൈനക്കാരാണെന്ന് എഴുതാറുണ്ട്. എന്നാൽ അവർക്ക് സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനമില്ല. ഈ രഹസ്യങ്ങളെല്ലാം നിങ്ങളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. നന്നായി പഠിച്ചവർ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം. ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർക്ക് 5000 വർഷമായി. അപ്പോൾ ഈ സമയം അവരുടെ ജനസംഖ്യ വളരെ അധികമായിരിക്കണം. പക്ഷേ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ മറ്റ് ധർമ്മങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ആദ്യമാദ്യം ഒരുപാട് പേർ മുസ്ലിങ്ങളായി മാറി. പിന്നീട് ഒരുപാട് ബുദ്ധരുമായി. ഇവിടെയും ഒരുപാട് ബുദ്ധരുണ്ട്. ക്രിസ്ത്യാനികൾ അളവറ്റ രീതിയിലുമുണ്ട്. ദേവീ ദേവതാ ധർമ്മത്തിന്റെ പേര് പോലുമില്ല. അഥവാ നമ്മൾ ബ്രാഹ്മണ ധർമ്മത്തിലുള്ളവരാണെന്ന് പറഞ്ഞാലും ഹിന്ദുവിന്റെ കൂട്ടത്തിലേ ഉൾപ്പെടുത്തൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണരിലൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ശ്രീമതമനുസരിച്ച് സ്ഥാപിക്കുകയാണ്. ഈ വിവേകവും വേണം. ധർമ്മത്തിന്റെ മഹിമ പാടാറുണ്ടല്ലോ. ഈ ലോകത്തിലെ മനുഷ്യർ സ്വയം ഹിന്ദു ധർമ്മത്തിൽ ഉൾപ്പെടുത്തുന്നു. ഹിന്ദു ആര്യധർമ്മമാണ് ഏറ്റവും പഴയതെന്ന് പറയുന്നു. ഭാരതവാസികൾ ആദ്യം ആര്യന്മാരായിരുന്നു. അതായത് സംസ്കാര സമ്പന്നരായിരുന്നു, വളരെ ധനവാനായിരുന്നു. ഇപ്പോൾ അനാര്യന്മാരായി, അതായത് സംസ്കാര ശൂന്യരായി. ആർക്കും ഒരു വിവേകവുമില്ലാതെ അവനവന് ഇഷ്ടപ്പെട്ട ധർമ്മത്തിന്റെ പേരാണ് വെക്കുന്നത്. വൃക്ഷത്തിന്റെ ഏറ്റവും തലപ്പത്ത് ചെറിയ ചെറിയ ഇലകളും ശാഖകളും ഉപശാഖകളും ഉണ്ടാകുന്നു. പുതിയതായി വരുന്നവർക്ക് അല്പം അംഗീകാരം ഉണ്ടാകാറുണ്ട്. നമ്മൾ ബാബയിൽ നിന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള സമ്പത്ത് തരുന്ന അച്ഛനെ എത്രമാത്രം ഓർമ്മിക്കണം. നിങ്ങൾ കൂടുതൽ ഓർമ്മിക്കുന്നതിലൂടെ ഒന്ന്, നിങ്ങൾക്ക് സമ്പത്തും ലഭിക്കും. രണ്ടാമത്, നിങ്ങൾ പാവനമായി മാറുകയും ചെയ്യും. ലൗകിക അച്ഛനിൽ നിന്ന് ധനത്തിന്റെ സമ്പത്താണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പതീതമാകാനുള്ള സമ്പത്തും ലഭിക്കുന്നു. ലൗകിക അച്ഛൻ, പാരലൗകിക അച്ഛൻ, ഇടയ്ക്ക്
ഈ അലൗകിക അച്ഛൻ. അലൗകിക പിതാവ് ഇടയിൽ രണ്ട് വശത്തെയും യോജിപ്പിക്കുന്നു. ശിവബാബയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ബ്രഹ്മബാബയ്ക്ക് എത്ര ആക്ഷേപമാണ് കേൾക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ കൃഷ്ണന് ഗ്ലാനിയൊന്നും ലഭിക്കുന്നില്ല. ഇടയിൽ കുടുങ്ങുന്നത് ബ്രഹ്മബാബയാണ്. വഴിയെ പോയ ബ്രാഹ്മണൻ കുടുങ്ങി എന്ന് പറയാറുണ്ട്. അതുപോലെ ഗ്ലാനി സഹിക്കാൻ കുടുങ്ങിയത് ഈ ബ്രഹ്മബാബയാണ്. അലൗകിക അച്ഛന് തന്നെയാണ് സഹിക്കേണ്ടി വരുന്നത്. ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചിട്ടാണ് പതിതരെ പാവനമാക്കി മാറ്റുന്നത് എന്നാർക്കും അറിയില്ല. പവിത്രമാകുന്നതിൻ്റെ കാര്യത്തിലാണ് അടി കൊള്ളേണ്ടി വരുന്നത്. ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. മരണം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. വിനാശം തീർച്ചയായും സംഭവിക്കണം. വിനാശമില്ലാതെ എങ്ങനെയാണ് സുഖവും ശാന്തിയും ഉണ്ടാകുന്നത്? യുദ്ധമെല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യർ യുദ്ധം സമാപിക്കാനായി യജ്ഞം രചിക്കുന്നു. വിനാശം തീർച്ചയായും ഉണ്ടാകുമെന്ന് നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണർക്കറിയാം. ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ എങ്ങനെ തുറക്കും? എല്ലാവരും സ്വർഗത്തിലേക്ക് വരില്ലല്ലോ. പുരുഷാർത്ഥം ചെയ്യുന്നവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. ഇത് ആർക്കും അറിയാത്തത് കാരണം എത്രയാണ് ഭയപ്പെടുന്നത്. ശാന്തിക്ക് വേണ്ടി എത്ര അലയുന്നു. സമ്മേളനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സുഖധാമത്തിൻ്റെയും ശാന്തിധാമത്തിൻ്റെയും സ്ഥാപന എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് അറിയുന്നത്. വിനാശമില്ലാതെ സ്ഥാപന ഉണ്ടാകില്ല. നിങ്ങളിപ്പോൾ ത്രികാലദർശികളായി മാറിയിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ 3ാം നേത്രം ലഭിച്ചിരിക്കുന്നു. ശാന്തി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അർത്ഥം, ആരും യുദ്ധം ചെയ്യരുത്, എല്ലാവരും ഏകത ഉണ്ടാകണമെന്ന് പറയുന്നു. ഒരു ബാബയുടെ മതം സ്വീകരിക്കണം. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ കുട്ടികൾ, സഹോദരീ സഹോദരന്മാരാണ്. അപ്പോഴേ ഏകതയുണ്ടാകൂ. ഒരച്ഛൻ്റെ കുട്ടികൾക്ക് പരസ്പരം കലഹിക്കാൻ പാടില്ല. സത്യുഗത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. സത്യുഗത്തിൽ ആരും പരസ്പരം കലഹിക്കില്ല. ഇത് സത്യയുഗത്തിൻ്റെ കാര്യമാണ്. ഇത് കലിയുഗമാണ്. സത്യുഗത്തിൽ ദേവതകളായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും എവിടെയായിരുന്നു എന്ന് അറിയുമായിരുന്നില്ല. സത്യുഗത്തിൽ മാത്രമാണ് ഒരു രാജ്യം ഉണ്ടായിരുന്നതെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. സത്യുഗത്തിൽ സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബുദ്ധിയിൽ സംഖ്യാക്രമമനുസരിച്ചാണ് ഉള്ളത്. നമ്മൾ സത്യുഗത്തിൽ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഒരുപാട് സുഖമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്വൈത ധർമ്മമായിരുന്നു. ഈ ജ്ഞാനം ആരിലും ഇല്ല. ഈ സമയത്താണ് നിങ്ങൾ നോളജ്ഫുള്ളായി മാറുന്നത്. ബാബ നിങ്ങളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. നിങ്ങൾക്കും ബാബയുടെ മഹിമയ്ക്ക് സമാനമാകണം. ബാബയുടെ പക്കൽ ദിവ്യദൃഷ്ടിയുടെ താക്കോൽ മാത്രമാണ് ഉള്ളത്. ബാബ പറയുന്നു, ഭക്തിമാർഗത്തിൽ എനിക്ക് ജോലി ചെയ്യേണ്ടതായി വരുന്നു. ആര് ആരുടെ പൂജയാണോ ചെയ്യുന്നത്, ബാബയാണ് അവരുടെ മനോകാമനകളെ പൂർത്തീകരിക്കുന്നത്. ഇവിടെയും ദിവ്യദൃഷ്ടിയുടെ പാർട്ടാണ് നടക്കുന്നത്. അർജുനൻ വിനാശത്തിന്റെ സാക്ഷാത്കാരം ചെയ്തു എന്നെല്ലാം പറയാറുണ്ടല്ലോ. തീർച്ചയായും വിനാശമുണ്ടാകണം. വിഷ്ണുപുരിയും തീർച്ചയായും സ്ഥാപിക്കപ്പെടണം. കൽപ്പം മുൻപ് ബാബ മനസ്സിലാക്കി തന്നതുപോലെയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ദേവതയായി മാറുമ്പോൾ ആസുരീയ സൃഷ്ടിയുടെ വിനാശം
തീർച്ചയായും ഉണ്ടാകണം. നാനാഭാഗത്തും നിലവിളിയുണ്ടാകും. പ്രകൃതിക്ഷോഭം വരിക തന്നെ വേണം എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പേമാരിയും പെയ്യണം. ഇതിന്റെ എല്ലാം വിനാശമുണ്ടായാൽ മാത്രമേ സത്യയുഗത്തിന്റെ സ്ഥാപനയുണ്ടാകൂ. 5 തത്വങ്ങളുടെ വളവും ലഭിക്കുമല്ലോ. അപ്പോൾ ഭൂമിക്ക് നോക്കൂ, എത്ര വളമാണ് ലഭിക്കുന്നത്. ബാബ പറയുന്നു, ഈ രുദ്രജ്ഞാനയജ്ഞത്തിൽ എല്ലാവരും സ്വാഹ ആകും. ഭക്തിമാർഗത്തിൽ നോക്കൂ, രുദ്രയജ്ഞം എങ്ങനെയാണ് രചിക്കുന്നതെന്ന്. ശിവബാബയുടെ ഓർമ്മചിഹ്നമായി ശിവലിംഗവും ചെറിയ ചെറിയ സാളിഗ്രാമുകളുമെല്ലാം ഉണ്ടാക്കി പൂജ ചെയ്ത് പിന്നീട് അതിനെ നശിപ്പിക്കുന്നു. പിന്നീട് ദിവസവും ഉണ്ടാക്കുന്നു. പൂജ ചെയ്തതിനു ശേഷം പിന്നെ ഉടച്ചു കളയുന്നു. ശിവബാബയോടൊപ്പം സേവനം ചെയ്തവരെയാണ് പൂജിക്കുന്നത്. എല്ലാ വർഷവും രാവണന്റെ കോലമുണ്ടാക്കി കത്തിക്കുന്നു. ശത്രുവിന്റെ കോലം 1 2 തവണയാണ് കത്തിക്കുന്നത്. രാവണന്റെ കോലം ഓരോ വർഷവും കത്തിക്കാനുള്ള നിയമം വയ്ക്കുന്നു. 1 തവണ കത്തിച്ചാൽ തന്നെ ദേഷ്യം തീരും. എന്നാൽ രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. ഇതിന്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. പിന്നീട് പറയുന്നു, രാവണൻ സീതയെ കട്ടു. എന്നാൽ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. വിദേശത്തുള്ളവർ എന്ത് മനസ്സിലാക്കാനാണ്? ദിവസം തോറും രാവണന്റെ രൂപവും വലുതാക്കി ഉണ്ടാക്കുന്നു. കാരണം രാവണൻ വളരെ ദുഃഖം നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രാവണനുമേൽ വിജയം പ്രാപ്തമാക്കുകയാണ്. സത്യുഗത്തിൽ രാവണൻ ഉണ്ടായിരിക്കില്ല. കർമ്മക്കണക്കുകളും രോഗങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് രാവണൻ കാരണമാണ്. രാവണൻ പ്രവേശിച്ചത് കാരണം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വികർമ്മങ്ങളാകുന്നു. ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും കളിയാണ്. ഈ ചരിത്രത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ആർക്കും അറിയില്ല. ലക്ഷ്മി നാരായണന് രാജ്യം എങ്ങനെ ലഭിച്ചു? ആർക്കും അറിയില്ല. ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൽ രാജ്യം ഭരിച്ചിരുന്നു എന്ന് നിങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അവരും സംഗമയുഗത്തിൽ രാജയോഗം പഠിച്ചാണ് ഈ പദവി പ്രാപ്തമാക്കിയത്. ബിർളക്കാർക്കും ലക്ഷ്മി നാരായണൻ എങ്ങനെ രാജ്യം പ്രാപ്തമാക്കി എന്ന് ചെറിയ ചെറിയ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ കലിയുഗമാണ്. ഈ ലോകത്തെ സത്യയുഗമെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ രാജ്യപദവിയില്ല. രാജാക്കന്മാരുടെ കിരീടം തന്നെ ഇല്ലാതായിരിക്കുന്നു. മുഖ്യമായും 4 ധർമ്മശാസ്ത്രങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഗീതയാകുന്ന ധർമ്മശാസ്ത്രത്തിൽ നിന്നും 3 ധർമ്മമാണ് സ്ഥാപിക്കപ്പെടുന്നത്. അല്ലാതെ സത്യയുഗത്തിലല്ല ധർമ്മസ്ഥാപനയുണ്ടാകുന്നത്. ലക്ഷ്മി നാരായണൻ അഥവാ രാമൻ ധർമ്മം സ്ഥാപിക്കുന്നില്ല. സനാതന ധർമ്മം ഇപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീടാണ് ഇസ്ലാമികളും ബൗദ്ധരും ക്രിസ്ത്യാനികളും വരുന്നത്. ആദി സനാതന ധർമ്മം ദേവതാധർമ്മമാണ്. ഇപ്പോൾ വീണ്ടും ദേവതാധർമ്മം സ്ഥാപിക്കപ്പെടുന്നു. നിങ്ങൾ ഡ്രാമയുടെ രഹസ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ രാജ്യഭാഗ്യം സ്ഥാപിക്കുകയാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്ക് 100% ഉറപ്പാണ്. അതിനാൽ സന്തോഷവുമുണ്ട്. ഇതിൽ യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പാണ്. മരണത്തെപ്പോലെ സുനിശ്ചിതം. നമ്മൾ വീണ്ടും രാജ്യപദവി നേടുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓരോ കൽപ്പത്തിലും ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നു. എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവിയും പ്രാപ്തമാക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള
മുഖ്യസാരം. 1. എന്തെല്ലാമാണോ ബാബയുടെ മഹിമ അത് സ്വയം തന്നിലേക്ക് കൊണ്ടുവരണം. ബാബയ്ക്ക് സമാനം മഹിമ യോഗ്യരായി മാറണം. പാരലൗകിക പിതാവിൽ നിന്ന് പവിത്രതയുടെ സമ്പത്ത് എടുക്കണം. പവിത്രമായി മാറുന്നതിലൂടെ മാത്രമാണ് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നത്. 2. ശ്രീമതമനുസരിച്ച് അവനവന്റെ ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യണം. വരദാനം: പഴയ സംസ്കാരമാകുന്ന അസ്ഥികളെ സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ അലിയിക്കുന്ന സമാനവും സമ്പൂർണവുമായി ഭവിക്കട്ടെ. ബാബയ്ക്ക് സമാനം അഥവാ സമ്പൂർണമാകുന്നതിന് സൃഷ്ടിയുടെ കണക്കെടുപ്പിന് മുമ്പ് തന്റെ ദുർബലതകളുടെയും കുറവുകളുടെയും കണക്കെടുപ്പ് നടത്തൂ. ഒരു സംശയത്തിന്റെയും പേരടയാളം പോലും ഉണ്ടാകരുത്. ഇങ്ങനെ അവനവനെ ഉജ്ജ്വലമാക്കൂ. ജന്മപരിവർത്തനത്തിന് ശേഷം പഴയ ജന്മത്തിലെ കാര്യങ്ങൾ മറക്കുന്നതുപോലെ പഴയ കാര്യങ്ങൾ, പഴയ സംസ്കാരങ്ങൾ ഇവയെ ഭസ്മമാക്കൂ. അസ്ഥികളെ കൂടി സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ അലിയിക്കൂ. അപ്പോൾ പറയും സമാനവും സമ്പൂർണവും. സ്ലോഗൻ: വിസ്താരത്തെ സാരത്തിലേക്ക് ഒതുക്കുന്ന ഇന്ദ്രജാലം പഠിച്ചോളൂ, എങ്കിൽ ബാബ് സമാനമായി മാറും. അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിന് തന്റെ സ്വഭാവം സരളമാക്കൂ. സഹനശീലരാകൂ. സഹനശീലതയുള്ളവർ ബാഹ്യർമുഖതയുടെ വൈബ്രേഷൻ മാത്രമല്ല, എന്നാൽ മനസ്സിൽ ഉൽപ്പന്നമാകുന്ന സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ കണ്ടുപോലും പരിഭ്രമിക്കില്ല. തന്റെ സഹനശീലതയോടെ നേരിടും. മുഖത്ത് സദാ സന്തുഷ്ടം അഥവാ പ്രസന്ന ചിത്തമായി കാണപ്പെടും. അവരുടെ മിഴിയിളക്കം ഒരിക്കൽ പോലും അസന്തുഷ്ടതയുടേതായി കാണപ്പെടില്ല. അവർ സന്തുഷ്ടമണിയായതിനാൽ സദാ ഹർഷിതമായിരിക്കും. ഓം ശാന്തി.